إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وأنزلنا إليك الذكر لتبين ما نزل إليهم لعلهم يتفكرون സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞതുപോലെ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങൾ നമ്മളിലുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഒന്ന്, പ്രവാചകനെ പിൻപറ്റണം. ആ പ്രവാചകനെ പിൻപറ്റുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 10 ഗുണങ്ങൾ കഴിഞ്ഞ ഖുത്ബയിലൂടെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ഇനി പ്രവാചക സ്നേഹത്തിന്റെ രണ്ടാമത്തെ അടയാളം തസ്ദീഖുഹു ഫീമാ അഖ്ബറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതപരമായി പഠിപ്പിച്ചു തന്ന ഏതൊരു കാര്യവും അത് സത്യപ്പെടുത്തുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നത് പ്രവാചക സ്നേഹം നമ്മളിലുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ഖുർആനിൽ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അത് വിശ്വസിക്കുകയും ഹദീസിലുള്ളതാണെന്ന് പറയുമ്പോൾ അതിനെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനും ഹേദിനും അവനവന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ഹദീസുകളെയും നിരാകരിക്കുകയും നിഷേധിക്കുകയും പരിഹസിക്കുകയും ഹദീസുകളെ മുന്നിൽ വെച്ച് സിനിമകൾ വരെ നിർമ്മിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്. പ്രവാചക വചനങ്ങളെ എന്തുകൊണ്ട് നമ്മൾ സത്യപ്പെടുത്തണം, എന്തുകൊണ്ട് നമ്മൾ അംഗീകരിക്കണം, എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു,
ഹദ്ദസനി അസ്വാദിഖൽ മസ്ദൂഖ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നൊരു വാചകം ഇതാണ്: ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളോട് സംസാരിച്ചു. പ്രവാചകൻ എന്ന വാചകത്തെ അവർ പറയുന്നത് അസ്വാദിഖ്, ഏറ്റവും സത്യസന്ധനായ പ്രവാചകൻ ഞങ്ങളോട് സംസാരിച്ചു. അസ്സദൂഖ്, എല്ലാ സമയത്തും സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്ന പ്രവാചകൻ ഞങ്ങളോട് സംസാരിച്ചു. ആ പ്രവാചകൻ ഞങ്ങളോട് സത്യം മാത്രമേ പറയുകയുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ ആ പ്രവാചകനെ സത്യപ്പെടുത്തുന്നത് എന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത മുസ്ലിങ്ങൾ മാത്രം അംഗീകരിക്കുന്നതല്ല. പ്രവാചകന്റെ കാലത്ത് ജീവിച്ചിരുന്ന ശത്രുക്കൾ പോലും പ്രവാചകന്റെ സത്യസന്ധതയെ ഉൾക്കൊള്ളുകയും ആ സത്യസന്ധതയെ വാഴ്ത്തിപ്പറയുകയും ചെയ്തു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് ലോകത്തോട് വട പറഞ്ഞു പോയത് ചരിത്രത്തിന്റെ പ്രഭാവലയത്തിലാണ്. നിങ്ങൾ നോക്കൂ, കഅബ നിർമ്മാണത്തിലെ ഹജറുൽ അസ്വദുമായി വന്ന ഒരു തർക്കത്തിൽ അവർ തീരുമാനിക്കുന്ന ഒരു തീരുമാനമുണ്ട്: ഇനി ആരാണോ ഇവിടേക്ക് കടന്നു വരുന്ന ആദ്യത്തെ വ്യക്തി, അവരെ നമുക്കിതിന്റെ പ്രശ്നത്തിന് പരിഹാരക്കാരനായി നമുക്ക് തെരഞ്ഞെടുക്കാം. അവിടേക്ക് കടന്നു വന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായിട്ടില്ല. ആളുകളെല്ലാവരും കൂടി പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് അവർ പറയുന്നൊരു വാചകമുണ്ട്: ഹാദൽ അമീൻ വകാനു യുസമ്മൂനഹു ഫിൽ ജാഹിലിയ്യതി അൽ അമീൻ. ജനങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ അൽ അമീൻ എന്ന് വിളിച്ചവരാണ് നമ്മളിലേക്ക് കടന്നു വന്നത്. യാ മുഹമ്മദ് ഖദ് റദീനാ ബിക, മുഹമ്മദ് താങ്കളിൽ ഞങ്ങൾ സംതൃപ്തനാണ്. താങ്കൾ എന്ത് അഭിപ്രായം പറഞ്ഞാലും ഞങ്ങളത് അംഗീകരിക്കും, ഞങ്ങളത് ഉൾക്കൊള്ളും. കാരണം താങ്കൾ ഒരു സത്യസന്ധനാണ്. ആരാണ് പറയുന്നത്? ശത്രുക്കളാണ്. ശത്രുക്കൾ പോലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത ബോധ്യപ്പെട്ടിരുന്നു. അവർ അവരുടെ വാചകങ്ങളിലൂടെ പ്രവാചകനെ അത് വാഴ്ത്തി പറഞ്ഞിരുന്നു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഈ സത്യം മാത്രം പറയുന്ന സത്യസന്ധനായ പ്രവാചകന്റെ വാചകങ്ങളെ സത്യപ്പെടുത്തുക എന്നത് ഒരു മുഅ്മിനിന്റെ, ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. അതാണ് ഹൃദയത്തിന്റെ ഉള്ളിൽ ആ പ്രവാചകനോട് സ്നേഹമുണ്ട് എന്നതിന്റെ അടയാളമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല. അദ്ദേഹം മദീനയിലേക്ക് വരുന്ന ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മനോഹരമായ ഒരു ചരിത്രമാണത്. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നെന്ന് പറഞ്ഞപ്പോ ആളുകളെല്ലാവരും ഇൻജഫലന്നാസു ഇലൈഹി, പ്രവാചകന്റെ മുഖം കാണാൻ, പ്രവാചകന്റെ തിരുസവിധത്തിലെത്താൻ ആളുകൾ മുഴുവനും പ്രവാചകന്റെ ചുറ്റിലും കൂടി നിൽക്കുന്നത് കണ്ടപ്പോ മഹാനായ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് കടന്നു വരുന്നുണ്ട്. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു പറയാണ്: എനിക്കൊന്ന് പ്രവാചകനെ കാണണം. ഖദിമൻ നബി, ഖദിമൻ നബി, പ്രവാചകൻ വന്നു എന്ന ആർപ്പ് വിളികൾ കേട്ടപ്പോ എനിക്കും ഒന്ന് കാണണമെന്ന ആഗ്രഹമായി. ഞാൻ ആളുകൾക്കിടയിൽ നിന്ന് അവർക്കിടയിലൂടെ എന്റെ കണ്ണുകൾ കൊണ്ട് ഒളിക്കണ്ണിട്ട് ആ പ്രവാചകനെ ഒരു നോക്ക് കാണാൻ ഞാൻ ഒരുപാട് നേരം ശ്രമിച്ചു. അങ്ങനെയാണ് പ്രവാചകനെ ഞാൻ കണ്ടത്. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്: അറഫ്തു അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹിൻ കദ്ദാബിൻ. ഒരു കളവ് നടത്തുന്നവന്റെ മുഖമല്ല പ്രവാചകന്റെ മുഖമെന്ന് എനിക്ക് മനസ്സിലായി. ആളുകൾ കള്ളനെന്ന് വിളിച്ച് അപവാദം പ്രചരിപ്പിക്കുന്ന കാലത്ത് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു പറയാണ്: ഞാനും ചെന്നു ഇത് കള്ളനാണെന്ന് പരിശോധിക്കാൻ. അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോ എനിക്ക് ബോധ്യപ്പെട്ടു, ഇതൊരു കള്ളന്റെ മുഖമല്ല, ഇതൊരു സത്യസന്ധന്റെ മുഖമാണ്. ആ സത്യസന്ധന്റെ വാചകങ്ങളെ സത്യപ്പെടുത്താൻ സാധിക്കുമ്പോഴാണ് ആ പ്രവാചകനോടുള്ള സ്നേഹം നമ്മളിൽ സ്വാർത്ഥമാകുന്നത്, അന്വർത്ഥമാകുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പ്രവാചകന്റെ ശത്രുക്കൾ പോലും പ്രവാചകൻ അംഗീകരിച്ചിരുന്നു. അപ്പൊ പ്രവാചകൻ സത്യസന്ധനാണ്. അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചതെല്ലാം സത്യപ്പെടുത്തണം. 2, പ്രവാചകനെ എന്തുകൊണ്ട് നമ്മൾ സത്യപ്പെടുത്തണം? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു ഏൽപ്പിച്ചതാണ്. പ്രവാചക തിരുമേനി മതമായി എന്തു പറഞ്ഞാലും അത് പ്രവാചകന്റെ ഇഷ്ടങ്ങൾ പറയുകയല്ല, അഭീഷ്ടങ്ങൾ പ്രചരിപ്പിക്കുകയല്ല.
വഹയിന്റെ പിൻബലത്തോടുകൂടി മാത്രമേ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതപരമായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയുള്ളൂ. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, വഅൻസൽനാ ഇലൈക ദിക്ർ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം ലഅല്ലഹും യതഫക്കറൂൻ. മുഹമ്മദ് നബിയെ, ഈ ഖുർആനിനെ നിങ്ങളിലേക്ക് അവതരിപ്പിച്ചത് ഇത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനാണ്. പ്രവാചകന്റെ ഇസ്ലാമിലുള്ള സ്ഥാനമെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. ആ പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നത്, നമുക്ക് കാണിച്ചു തന്നത്, നമ്മെ ചെയ്ത് പ്രവർത്തിച്ച് നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തന്നത്, പഠിപ്പിച്ചു തന്നത്, കേൾപ്പിച്ചു തന്നത്. അത് വിശ്വസിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം മതത്തിന്റെ പേരിൽ വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മതത്തിന്റെ പേരിൽ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് സംസാരിക്കുകയില്ല. എത്രത്തോളം സൂറത്തു ഹാക്കയിൽ എന്തുകൊണ്ട് പ്രവാചകനെ സത്യപ്പെടുത്തണം, എന്തുകൊണ്ട് പ്രവാചകനെ വിശ്വസിക്കണം, എന്തുകൊണ്ട് പ്രവാചകനെ നമ്മൾ അംഗീകരിക്കണമെന്നതിന്റെ തെളിവ് ആ പ്രവാചകൻ സത്യം മാത്രമേ പറയുകയുള്ളൂ. ആ പ്രവാചകൻ വഹയിന്റെ പിൻബലത്തോടുകൂടി മാത്രം സംസാരിക്കണമെന്ന് അല്ലാഹു ഉത്തരവാദിത്തമേൽപ്പിച്ച പ്രവാചകനാണ്. കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവിൽ. മുഹമ്മദ് നബി, താങ്കളെങ്ങാനും എന്റെ പേരിൽ എന്തെങ്കിലും കെട്ടിച്ചമച്ചു പറഞ്ഞാൽ ലഅഖദിനാ മിൻഹു ബിൽ യമീൻ, വലത് കൈകൊണ്ട് ഞാൻ പിടിക്കും. സുമ്മല ഖതഇനാ മിൻഹുൽ വതീൻ, അങ്ങയുടെ കണ്ടനാളി ഞാൻ ഛേദിച്ചു കളയും. ആരാ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ആരോടാ പറയുന്നത്? ലോകത്ത് മനുഷ്യരുടെ നേതാവായ, പ്രവാചകന്മാരുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, മുഹമ്മദ് നബി, താങ്കളെങ്ങാനും എന്റെ പേരിൽ ഇല്ലാത്തത് കെട്ടിപ്പറഞ്ഞാൽ വലത് കൈകൊണ്ട് പിടിച്ച് കണ്ടനാളി ഞാൻ ഛേദിച്ചു കളയും. നിങ്ങൾ ആലോചിച്ചു സഹോദരങ്ങളെ, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അള്ളാഹുവിന്റെ പേരിൽ ഒന്നും കളവ് പറഞ്ഞിട്ടില്ല. കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു പിടിച്ച് കണ്ടനാളി ഛേദിക്കുമായിരുന്നു. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. മതത്തിലുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞത് വിശ്വസിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് പ്രവാചക സ്നേഹത്തിന്റെ അടയാളമായി നമ്മളിൽ ഉണ്ടാകണം. മൂന്നാമത്തെ കാരണം, എന്തുകൊണ്ട് പ്രവാചകനെ നമ്മൾ വിശ്വസിക്കണം? അള്ളാഹു ഏറ്റെടുത്ത കാര്യം, ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു സംരക്ഷിക്കുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ് ഇസ്ലാമിനെ സംരക്ഷിക്കുക എന്നത്. ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. അതിനെ സംരക്ഷിക്കുമെന്ന് എന്നു പറഞ്ഞ ആ ആദർശമാണ് ഈ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് ഉൾക്കൊള്ളുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മഹാനായ ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വഅഖ്ബറ തആല അന്ന കലാമ നബിയിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലാം, സംസാരം, കുല്ലുഹു വഹ്യുൻ, അതെല്ലാം വഹ്യാണ്. ചില ആളുകൾ വിചാരിച്ചത് ഖുർആൻ മാത്രമാണ് വഹ്യ്, ഹദീസ് എന്ന് പറഞ്ഞാൽ അത് വഹ്യല്ല എന്നാണ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത്. രണ്ടും വഹ്യാണ്. മതപരമായി എന്തു പറഞ്ഞാലും അത് മുഴുവനും വഹ്യാണ്. വഹ്യിന്റെ പിൻബലമില്ലാത്തതൊന്നും പ്രവാചകൻ സംസാരിക്കുകയില്ല. വൽ വഹ്യു ബിലാ ഖിലാഫി ദിക്രിൻ, അല്ലാഹുവിന്റെ വഹ്യ് അത് ദിക്റാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. വദ്ദിക്റു മഹ്ഫൂദുൻ ബിനസ്സിൽ ഖുർആൻ, ഖുർആനിന്റെ നസ്സ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അല്ലാഹുവിന്റെ ദിക്റിനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ അത് സംരക്ഷിക്കുമെന്ന്. കാരണം ഖുർആൻ പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ ദിക്റിനെ നാമാണ് അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പറഞ്ഞതാണ്. അത് ഖുർആൻ പറഞ്ഞതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അത് ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടതാണ്. ഇതും വഹ്യാണ്. അതിൽ ആരും സംശയിക്കേണ്ടതില്ല. അത് വിശ്വസിക്കണം, അത് അംഗീകരിക്കണം. അത് അല്ലാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞ കിതാബാണ്. അതുകൊണ്ട് നമ്മളത് ഉൾക്കൊള്ളണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഏത് സംസാരവും അള്ളാഹു സംരക്ഷിക്കും. ഇനി അള്ളാഹുവിന്റെ റസൂലിനെ എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം? നാലാമത്തെ പോയിന്റ്, നമ്മളെല്ലാവരും ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അയാളോട് നമ്മൾ പറയാ ഷഹാദത്ത് കലിമ ചൊല്ലണം. എന്താണ് ഷഹാദത്ത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ ഷഹാദത്ത് എന്താ? വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. എന്താണ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്? അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ്, അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു.
എന്ന സാക്ഷ്യവചനം ഉൾക്കൊണ്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ആമിനു ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, വറസൂലിഹി, അവന്റെ റസൂലിൽ വിശ്വസിക്കണം, വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി, ഈ പ്രവാചകനെ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലും വിശ്വസിക്കണം. അല്ലാഹുവിൽ വിശ്വസിക്കണം, പ്രവാചകനിൽ വിശ്വസിക്കണം, പ്രവാചകനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥത്തിലും വിശ്വസിക്കണം. ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നു, വമഅന ഷഹാദത അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തഅഅതുഹു ഫീമാ അമറ, റസൂലുള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ അനുസരിക്കലാണ്. 2 വതസ്ദീഖുഹു ഫീമാ അഖ്ബറ, അല്ലാഹുവിന്റെ റസൂൽ മതമായി പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ്, അംഗീകരിക്കലാണ്, ഉൾക്കൊള്ളലാണ്. അതേപോലെ തന്നെ വജ്തിനാബു മാ നഹാ അൻഹു വസജറ, അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കലാണ്. 4 വഅല്ലാ യുഅബദല്ലാഹ് ഇല്ലാ ബിമാ ശറഅ, അല്ലാഹുവിന്റെ റസൂല് മതമായി പഠിപ്പിക്കാത്ത ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇബാദത്തായി ചെയ്യാൻ പാടില്ല എന്നാണ്. ഈ 4 കാര്യങ്ങളാണ് ഷഹാദത്തിന്റെ താല്പര്യം. ഈ ഷഹാദത്തിന്റെ താല്പര്യത്തിൽ ഒന്നാണ് റസൂലുള്ള പഠിപ്പിച്ചെന്ന കാര്യങ്ങളൊക്കെയും അംഗീകരിക്കണം, വിശ്വസിക്കണമെന്നത്. എങ്കിൽ മാത്രമേ നമ്മുടെ ഷഹാദത്ത് പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വഹീഹായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട പലതും ഇന്ന് നിഷേധിക്കാൻ കാരണമായി പറയുന്നത് അത് അന്ധവിശ്വാസമാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു കാര്യം വിശ്വസിച്ചാൽ ഒരിക്കലും നമ്മൾ അന്ധവിശ്വാസിയാകുന്നില്ല. കാരണം പ്രവാചകനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, മുഹമ്മദ് നബിയെ നിങ്ങൾ മാർഗം കാണിച്ചു കൊടുക്കുന്നത്, നിങ്ങൾ വഴി നടത്തുന്നത് സിറാത്തുൽ മുസ്തഖീമിലേക്കാണ്. അപ്പൊ നമ്മൾ പ്രവാചകൻ പഠിപ്പിച്ച ഏതൊരു വിശ്വാസവും വിശ്വസിച്ചാൽ നമ്മൾ ഒരിക്കലും അന്ധവിശ്വാസിയല്ല, യഥാർത്ഥ വിശ്വാസിയാണ്. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് സിറാത്തുൽ മുസ്തഖീമിന്റെ മാർഗം മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വട പറയുമ്പോൾ ഈ ലോകത്ത് പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്, തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിപഴക്കുകയില്ല. ഒന്ന് കിതാബ് അല്ലാഹ്, ഒന്ന് അള്ളാഹുവിന്റെ കിതാബാണ്. 2 വസുന്നത നബിയിഹി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി, ഹദീസുകൾ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രവാചകനോടുള്ള സ്നേഹം നമ്മളിലുണ്ടെങ്കിൽ ഈ അടയാളങ്ങൾ നമ്മളിലുണ്ടാകും. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തുകൊണ്ട് നമ്മൾ സത്യപ്പെടുത്തണം? 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 5ാമത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം ഒരാൾ അനുസരിച്ചാൽ, അത് വിശ്വസിച്ചാൽ അയാൾ സിദ്ദീഖീങ്ങളുടെ പദവിയിലാണ്, അവർ സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിലാണ്. ആരാണ് സിദ്ദീഖീങ്ങൾ? സൂറത്തു ഹദീദിൽ അള്ളാഹു പറയുന്നുണ്ട്, വല്ലദീന ആമനൂ ബില്ലാഹ്, അവരല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്, വറസൂലിഹി, അവന്റെ പ്രവാചകരിൽ വിശ്വസിച്ചവരാണ്, ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ, അവരാണ് സിദ്ദീഖീങ്ങൾ. അവരാണ് സിദ്ദീഖീങ്ങൾ. ആരാണ് സിദ്ദീഖ്? ആരാണ് സിദ്ദീഖീങ്ങൾ? ഇമാം തബരി, ഇബ്നു ജരീർ തബരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, വല്ലദീന അഖറു ബിവഹ്ദാനിയത്തില്ല, അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് അംഗീകരിച്ചവരാണ് ആര്? സിദ്ദീഖീങ്ങൾ. വഇർസാലി റുസുലിഹി, പ്രവാചകന്മാരെ വിശ്വസിച്ചവരാണ്. വസദ്ദഖു അർ-റുസുൽ, പ്രവാചകന്മാർ കൊണ്ടുവന്നതിനെ വിശ്വസിച്ചവരാണ്. വആമനു ബിമാ ജാഅഹും മിൻ ഇൻദി റബ്ബിഹിം, അല്ലാഹുവിൽ നിന്ന് പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളെ സത്യപ്പെടുത്തുന്നവരാണ് യഥാർത്ഥത്തിൽ സിദ്ദീഖീങ്ങൾ എന്ന് പറയുന്നത്.
സ്വർഗത്തിൽ സിദ്ദീഖിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞല്ലോ. ആ സിദ്ദീഖിങ്ങളുടെ കൂടെ എത്തണമെങ്കിൽ അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞ കാര്യങ്ങളെ അങ്ങനെ തന്നെ വിശ്വസിക്കണം. അത് പ്രവാചക സ്നേഹത്തിന്റെ അടയാളമാണ്. ആറാമത്തത്, പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വറഉസുൽ അദബി മഅഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മര്യാദകളിൽപ്പെട്ട ഏറ്റവും നല്ല മര്യാദയാണ് കമാലു തസ്ലീമി ലഹു, അള്ളാഹുവിന്റെ റസൂലിനെ പൂർണ്ണമായി അംഗീകരിക്കുക. വലിൻകിയാദു ലിഅംരിഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ അനുസരിക്കുക. വതലഖി ഖബരിഹി ബിൽ ഖബൂലി വത്തസ്ദീഖ്, അള്ളാഹുവിന്റെ റസൂൽ മതമായി പറഞ്ഞ ഏതൊരു കാര്യവും അത് അംഗീകരിക്കുക, വിശ്വസിക്കുക എന്നത് അത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഏറ്റവും വലിയ മര്യാദകളിൽപ്പെട്ടതാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, ഈ കാര്യങ്ങളെല്ലാം പ്രവാചകനെ സത്യപ്പെടുത്തുന്നതിൽ നമ്മുടെ ഏറ്റവും പ്രധാനമായി മുന്നിൽ നിന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്താണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് വന്നത് എങ്ങനെയാണ്? ഉഹദിന്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇവർ 4 പേരും ഉഹദിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഉഹദൊന്ന് കുലുങ്ങിയത്. കുലുങ്ങിയപ്പോ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിനോട് പറഞ്ഞു, ഉസ്ബുത്തിയ ഉഹദേ, അടങ്ങണം ഉഹദേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ, ഉഹദേ, നിന്റെ മുകളിൽ ഒരു നബിയും ഒരു സിദ്ദീഖും 2 സാക്ഷികളുമുണ്ട്. അള്ളാഹുവിന്റെ റസൂലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്ന സമൂഹത്തിന് പരിചയപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് സിദ്ദീഖ് എന്ന് പരിചയപ്പെടുത്തിയത്? ഇസ്റാഉം മിഅ്റാജും പ്രവാചകൻ പോയി വന്നു, ആളുകൾ മുഴുവനും പരിഹസിച്ചു. മക്കയിലെ മുശ്രിക്കുകൾ അബൂബക്കർ സിദ്ദീഖിനോട് വന്ന് ചോദിച്ചു, താങ്കൾ ഒരൊറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, അവിടുന്ന് 7ാം ആകാശത്തിലേക്ക് പോയി എന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 7ാം ആകാശത്തിന്റെ അപ്പുറത്ത് നിന്ന് എന്റെ പ്രവാചകനെ രാവിലെയും വൈകുന്നേരവും വഹ്യ് കിട്ടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് അബൂബക്കർ. ആ അബൂബക്കറിന് ഇത് വിശ്വസിക്കാതിരിക്കാൻ ഒരു തടസ്സമില്ല, ഞാൻ വിശ്വസിക്കും. ഫസുമ്മിയ അബൂബക്കറിൻ അസ്ദിഖ്, അന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് കിട്ടിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് റസൂല് മതമായി പഠിപ്പിച്ചെന്ന മുഴുവൻ കാര്യങ്ങളും വിശ്വസിക്കുക, അംഗീകരിക്കുക, ഉൾക്കൊള്ളുക എന്നത്. അത് ബുദ്ധിയുടെ മാനദണ്ഡം വെച്ച് നിഷേധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകരുത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഫലസ്തീനിന്റെ മണ്ണിൽ പ്രിയപ്പെട്ട നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾ ക്രൂരമായ പീഡനങ്ങൾക്ക്, പലായനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. അവിടുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം കണ്ണ് ഈറനണിയിക്കുന്ന വാർത്തകളാണ്, വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സറിഞ്ഞ് അവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, മിമ്പറിന്റെ മുകളിൽ നിന്നുള്ള ഒരു ഖുത്ബ നമ്മുടെയൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ഖുത്ബയായിരുന്നു അല്ലേ? എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് വിശപ്പ് കൊണ്ട് എന്നെ കേൾക്കാൻ നിങ്ങൾക്ക് പറ്റൂല, വിശപ്പ് കൊണ്ട് സംസാരിക്കുന്ന എനിക്ക് എന്റെ സംസാരം പൂർത്തീകരിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ചു, ഖുദ്സിൽ നിന്ന് കേട്ട വേദനിപ്പിക്കുന്ന ഒരു ഖുത്ബയായിരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ജനങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് നമുക്ക് ദുആ ചെയ്യാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വത്തോടുകൂടി അവരുടെ നാട്ടിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജൂതന്മാരുടെ സയനിസ്റ്റുകളുടെ കൈകളിൽ നിന്ന് ഖുദ്സിനെ വിജയിക്കാൻ അല്ലാഹു ഖുവ്വത്ത്, അല്ലാഹു ശക്തി ആ സമൂഹത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ കരവലയത്തിൽ നിന്ന് ആ നാടിനെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരുടെ അതിക്രമങ്ങളിൽ നിന്ന് അല്ലാഹു ആ കുഞ്ഞുമക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ നാടിനെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ആളുകളുടെ പിന്നാലെ നടക്കുന്ന 100 കൂട്ടം മനുഷ്യരുടെ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, ആ നാട്ടിൽ സമാധാനവും സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ സമൂഹത്തെയും ആ രാജ്യത്തെയും മുഴുവൻ ആളുകളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അല്ലാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്. ഒരു കുഞ്ഞു മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മുഴുവൻ ആളുകൾക്കും പൂർണ്ണമായ ശമനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, വീടുകളിൽ രോഗം കൊണ്ട് വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന, രോഗപീഠയാൽ ജീവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്. അവർക്കെല്ലാവർക്കും പൂർണ്ണമായ ശമനം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് എല്ലാ പരീക്ഷണങ്ങളെയും ഈമാന് കൊണ്ട് അതിജീവിക്കാനുള്ള കരുത്ത് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.